ഹലോ, വെൽക്കം ബാക്ക് ടു മൈ സെറീൻ സ്പേസ്. പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളാശ്ശേരിയിലുള്ള ടാറ്റയുടെ ഷോറൂമിലാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മൾ വണ്ടി നോക്കാനായിട്ട് വരുമല്ലോ, ഏത് കളറ് വേണം, എങ്ങനെയാണ് വണ്ടിയുടെ ഫീച്ചേഴ്സ്, അതൊക്കെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഞാനെടുത്ത് 1-2 ക്ലിപ്സാണ് കേട്ടോ. പല കളറുകൾ നമ്മളിങ്ങനെ നോക്കുമല്ലോ, എന്നിട്ടാണല്ലോ ഫിക്സ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ കളർ നമ്മൾ ഫിക്സ് ചെയ്തത്. പക്ഷേ എന്താ പറയുക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മുടെ വണ്ടി കൈ കിട്ടിയ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ് കേട്ടോ അത്. അത്രയും സന്തോഷം, അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ മനസ്സിൽ നിറഞ്ഞൊരു മൊമെൻ്റായിരുന്നു ഞങ്ങൾക്ക്. നമ്മൾ ആഗ്രഹിച്ച ഒരു വണ്ടി തന്നെയാണ് നമുക്ക് എടുക്കാൻ സാധിച്ചത്. അതിന് ഈശ്വരനോട് ആദ്യമേ തന്നെ നന്ദി പറയണു. എല്ലാവരുടെയും ഒരു ആഗ്രഹം, ഭയങ്കര ഒരു ഡ്രീം എന്ന് പറയുന്നതിൽ ഏറ്റവും ആദ്യം വരുന്ന 1-2 ഡ്രീമാണ് ഒരു വീട്, ഒരു ഇഷ്ടപ്പെട്ട കാറ് എന്നൊക്കെ പറയുന്നത്. അത് അതിലൊന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ സർവേശ്വരനോട് അത്രയും നന്ദി പറയണു. പിന്നെ എന്താണ്, നമുക്ക് നമ്മുടെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അത്രയും മനസ്സിൽ എപ്പോഴും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണുള്ളത്. അപ്പം നമ്മുടെ വണ്ടി കിട്ടിയിട്ട് ഇപ്പം 3 മാസം ആവാൻ പോണു. മാർച്ച് 11-നായിരുന്നു നമുക്ക് വണ്ടി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വണ്ടി എടുക്കുന്ന ആ ഒരു മൊമെൻ്റ് ഒന്ന് കാണാം, ആദ്യമായിട്ട് ഓടിക്കുന്ന ആ ഒരു മൊമെൻ്റ് കാണാം കേട്ടോ. നമ്മുടെ വണ്ടിയായിട്ട് നമ്മളിതാ റോട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭമാണ്. ശരിക്കും മനസ്സിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വണ്ടിയിലുള്ള യാത്ര ഏറ്റവും സുരക്ഷിതവും ഏറ്റവും എന്താ പറയുക സഫലവുമായിട്ടുള്ള യാത്രകളാവട്ടെ, സന്തോഷം നിറഞ്ഞ യാത്രകളാവട്ടെ, മനോഹരമായ യാത്രകളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് നേരെ പോവുകയാണ്, വേറെ എങ്ങോട്ടും പോകുന്നില്ല. കാരണം നമുക്ക് ഒരു പൂജയൊക്കെ ചെയ്തിട്ടാണല്ലോ വണ്ടി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് വീണ്ടും എടുക്കുക. നമ്മൾ ഏത് കാസ്റ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളിതാ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര ചെയ്യാം, എവിടെ വേണമെങ്കിലും പോകാൻ വണ്ടിയിൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ വണ്ടി പൂജിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വന്നു. നമ്മുടെ തൊട്ടടുത്ത് തന്നെ തിരുമല വെങ്കടേശ്വരൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പം പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും പോയില്ലായിരുന്നു. കാരണം ഒരു ബുധനാഴ്ചയായിരുന്നു വണ്ടി കിട്ടിയത്. വ്യാഴാഴ്ച രാവിലെ പോയിട്ട് പൂജിച്ചു. ഷൈച്ചേട്ടന് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ അതിന് പോയി. മാർച്ച് 11-ാം നമ്മൾ വണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു എന്താ പറയുക ഡേറ്റായിട്ട് എനിക്ക് തോന്നി. കാരണം ബുധനാഴ്ച വണ്ടി കിട്ടി, വ്യാഴാഴ്ച തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂജിക്കാൻ പറ്റി. ഞാൻ ഭഗവാൻ കൃഷ്ണൻ്റെ
ഭയങ്കര ഒരു എന്താ പറയുക, ഇഷ്ടമുള്ള ഒരാളാണ്. ഭക്ത എന്നൊക്കെ എന്നെ വിളിക്കാൻ പറ്റുമോ എനിക്കറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ഭഗവാനോടാണ് ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ളൊരു അടുപ്പം ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് പൂജിക്കാൻ സാധിച്ചതിലും ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. അപ്പം നമ്മുടെ വണ്ടി എന്ന് പറയുമ്പം ശരിക്കും നമ്മളൊരു വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ നീഡും നമ്മുടെ ആഗ്രഹവും എല്ലാം കൂടെ പരിഗണിച്ചിട്ട് നമുക്കൊരു വണ്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമ്മളിങ്ങനെ നമ്മുടെ സമയം കണ്ടെത്തി പല സ്ഥലത്തും പോയി നമ്മുടെ വണ്ടികൾ കണ്ട് പല കമ്പനീസിൻ്റെ വെഹിക്കിൾസ് നോക്കി, ഫീച്ചേഴ്സ് എല്ലാം നോക്കി, നമ്മുടെ ബഡ്ജറ്റ് നോക്കി, അതിൻ്റെ നമ്മുടെ ആഗ്രഹങ്ങൾ നോക്കി, അങ്ങനെ എല്ലാം നോക്കി ഒരെണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളത് 2-3 ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരെണ്ണം ഡിസൈഡ് ചെയ്യുക. പിന്നെയാണ് നമുക്ക് നമ്മളുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ഇണങ്ങിയ ഒരു വണ്ടി കണ്ടുപിടിച്ച് അത് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു കേട്ടോ. നമ്മുടെ ഈ വണ്ടിയിലുള്ള യാത്ര ഏറ്റവും സുരക്ഷിതവും എന്താ പറയുക, മനോഹരവും ഒക്കെ ആക്കി മാറ്റാനായിട്ട് ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് നമുക്കെല്ലാവരുടെയും പ്രാർത്ഥന കൂടി വേണം. അപ്പോൾ ഈ വണ്ടിയിലായിരിക്കും നമ്മുടെ യാത്രകളെല്ലാം ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം നാട്ടിൽ വന്നു, നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത്. അപ്പോൾ നാട്ടിൽ വന്നപ്പം നാട്ടിലെ അമ്പലത്തിൽ ഒന്ന് പൂജിക്കണം എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം തന്നെ, നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളിതാ ഇങ്ങോട്ട് വന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ പൂജിച്ചത്. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.